ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു മൈ ഡിയേഴ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BA സോഷ്യോളജി ക്ലാസ്സിനെ പറ്റിയാണ്. ഈ BA സോഷ്യോളജി എല്ലാവർക്കും അറിയാം, സോഷ്യോളജി സൊസൈറ്റിയായി ബന്ധപ്പെട്ടൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ പേപ്പർ കാര്യങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെ യൂണിറ്റ്സ് ആണ്, ഏതൊക്കെ ബ്ലോക്ക് എങ്ങനെയാണ് കവർ ചെയ്ത് പോകുന്നത് ജസ്റ്റ് മിസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ പേര് BSOC ഇഗ്നോ യൂണിവേഴ്സിറ്റി ബേസ് ചെയ്ത് എഴുതുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, അവരുടെയൊക്കെ ഒരു കോഡ് ഭാഷയാണ്, നമുക്ക് കോഡാണ്, ഓരോ പേപ്പറിന് ഓരോ കോഡുകളാണ്, ശ്രദ്ധിക്കുക. BSOC 101 ഇൻട്രൊഡക്ഷൻ ടു സൊസൈറ്റി. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി, സൊസൈറ്റി അല്ല, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി. അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പറിൻ്റെ പേര്. അതിൽ നിന്ന് അതാണ് നമ്മുടെ സബ്ജക്റ്റ്, നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ സബ്ജക്റ്റിൻ്റെ പേരാണ്. അതിൻ്റെ കൂടെ തന്നെ വരുന്ന കുറേ കാര്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓരോ യൂണിറ്റ് 2 യൂണിറ്റാണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ തീർക്കാനുള്ളത്. ഫസ്റ്റ് സെമസ്റ്ററിൽ 2 യൂണിറ്റാണുള്ളത്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര്, അതായത് സബ്ജക്റ്റിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി ആണ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2. യൂണിറ്റ് 1 തിങ്കിങ് സോഷ്യോളജിക്കലി. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരാണ് തിങ്കിങ് സോഷ്യോളജിക്കലി. അതിൽ തന്നെ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് 1 2 3 4 5 6 7 8 9 ഒരു 9 or 10 സ്ട്രക്ചർ വരുന്നുണ്ട്. ഓരോ സ്ട്രക്ചറിനും ഓരോരോ പോയിൻ്റാണ്. അങ്ങനെയാണ്, അത് ഫോളോ ചെയ്തിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നത്. സ്ട്രക്ചർ 1 ഈസ് ഒബ്ജക്റ്റീവ്സ് ആണ്. സ്ട്രക്ചറിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് ഈസ് ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ, ദെൻ സോഷ്യോളജിക്കൽ മെത്തേഡ്സിനെ പറ്റി നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ഈ സോഷ്യോളജി ഇൻ എവറിഡേ ലൈഫ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സോഷ്യോളജി ആൻഡ് അതർ ഡിസൈപ്ലിൻസ് ആണ്. ദെൻ മിൽസ്, നമുക്കറിയാം സോഷ്യോളജിസ്റ്റിലെ ഫേമസ് സോഷ്യോളജിസ്റ്റുകളാണ് മിൽസും. ആൻഡ് ദെൻ മിൽസിൻ്റെ ടൈപ്സ് ഓഫ് പ്രാക്ടിക്കലി ആൻഡ് അദ്ദേഹത്തിൻ്റെ എത്തിക്സും. ദെൻ മിൽസിൻ്റെ യൂസസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, അദ്ദേഹം ഹിസ്റ്ററി ആയിട്ട് എങ്ങനെയാണ് റിലേറ്റഡ് ചെയ്തിട്ടാണ് സോഷ്യോളജി നമുക്ക് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇൻ വാട്ട് വേ സോഷ്യോളജിക്കൽ ലുക്സ് അറ്റ് റിയാലിറ്റി, യാഥാർത്ഥ്യത്തിലേക്ക് സോഷ്യോളജി എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ മിൽസിൻ്റെ ദ ഹ്യൂമൻ വെറൈറ്റി, അതായത് ഹ്യൂമൻ വെറൈറ്റി, മാനുഷിക നമ്മുടെ ഓരോ മൂവ്മെൻറ്റ്സും നമ്മുടെ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളുടെ വെറൈറ്റികളും അതൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് പറയുന്ന പേപ്പറാണ്. നെക്സ്റ്റ് പേപ്പറല്ല, പോയിൻ്റാണ്. സ്ട്രക്ചർ, അതായത് സോഷ്യോളജിയുടെ സ്ട്രക്ചറിൽ വരുന്ന പോയിൻറ്റ്സ് ആണ് മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഒബ്സർവ് ആൻഡ് ഇൻ്റർപ്രറ്റ് ആൻഡ് വാലിഡേറ്റ് സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് ആണ്. പേഴ്സ്പെക്റ്റീവ്സ് മീൻസ് വീക്ഷണങ്ങൾ, അതായത് ഓരോരുത്തർ പറയുന്ന വീക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഓരോന്നും എങ്ങനെ റിലേറ്റഡ് ആണോ അബ്സ്ട്രാക്റ്റ് ആണോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ലെറ്റ് സം അപ്പ് ഉണ്ട്. ദെൻ ഒബ്ജക്റ്റീവ്സ്, പിന്നെ ഇതിൽ പറയുന്ന നെക്സ്റ്റ് പോയിന്റ് ആണ് ഒബ്ജക്റ്റീവ്സ്. ഇതിൽ ആഫ്റ്റർ റീഡിങ് ദിസ് യൂണിറ്റ് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, യൂണിറ്റ് ഒന്നായിട്ടൊന്ന് വായിക്കുമ്പം മെയിൻ പോയിന്റ്സ് മാത്രമാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. സോഷ്യോളജിക്കൽ മെത്തേഡ്സ് ആസ് ദെയർ യൂസ് ഇൻ ഒബ്സർവ് ആൻഡ് ഇൻ്റർപ്രറ്റ് ആൻഡ് വാലിഡേറ്റ് ഡാറ്റ അബൌട്ട് സൊസൈറ്റി. വാല്യബിൾ ഡാറ്റ ഫ്രം സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന വാല്യബിൾ ഡാറ്റാസ് എങ്ങനെയാണ് സോഷ്യോളജി ആയിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് തന്നെയുള്ള സബ് പോയിന്റുകളാണ് മിസ് പറയുന്നത്. നെക്സ്റ്റ് സോഷ്യോളജിക്കൽ വേ ഓഫ് ലുക്കിംഗ് അറ്റ് റിയാലിറ്റി ഓഫ് എവറിഡേ ലൈഫ്. നെക്സ്റ്റ് പോയിന്റ് മേജർ കൺസെപ്റ്റ്, അതായത് ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ്, അതും വീക്ഷണങ്ങൾ തന്നെയാണ്, അതിൽ ഓരോ സങ്കല്പങ്ങളുണ്ട്. അത് മേജർ കൺസെപ്റ്റ് ഓഫ് സോഷ്യോളജി ആൻഡ് അതർ ഡിസൈപ്ലിൻസ്, മറ്റുള്ള തത്വശാസ്ത്രങ്ങളുമായിട്ട് എങ്ങനെയാണ് നമ്മുടെ സോഷ്യോളജി റിലേറ്റഡ് ആവുന്നത്. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം, ഇൻട്രൊഡക്ഷൻ തന്നെ നമുക്കറിയാം, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതെന്താണ്, എങ്ങനെയാണ് സോഷ്യോളജി ദ സ്റ്റഡി ഓഫ് സൊസൈറ്റിയെ പറ്റിയുള്ള സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ദെൻ ഇൻട്രൊഡക്ഷൻ നമുക്ക് കവർ ചെയ്ത് പോകാനുണ്ട്. നെക്സ്റ്റ് നമുക്ക് സോഷ്യോളജിക്കൽ മെത്തേഡ്സ് പറയാനുണ്ട്, സോഷ്യോളജി ആൻഡ് എവറിഡേ ലൈഫ് പറയാനുണ്ട്. നെക്സ്റ്റ് ദെൻ സോഷ്യോളജിക്കൽ കൺസെപ്റ്റ് ഓഫ് ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, ഇൻ ഗ്രൂപ്പ്സ്, ഇതിനെപ്പറ്റി ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് ആൻഡ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പിനെ പറ്റി പറയാനുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സ്ട്രേഞ്ചർ ആൻഡ് ടുഗദർ ആൻഡ്
together apart, sociology and other disciplines, types of practicability and bureaucratic methods, അങ്ങനെ കുറേ കാര്യങ്ങൾ കവർ ചെയ്തുകൊണ്ടാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ല ഒബ്ജക്റ്റീവ്സ് ആണ് നമുക്ക് പറയാം. ഫസ്റ്റ് പോയിന്റ് ഈസ് ഒബ്ജക്റ്റീവ്സ്, ദെൻ ഇൻട്രൊഡക്ഷൻ. ഒബ്ജക്റ്റീവ് ഏത് സബ്ജക്റ്റ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, അത് ഒബ്ജക്റ്റീവ്സ് അതിൽ എന്താണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, എന്താണ് ഗുണങ്ങൾ, സൊസൈറ്റിക്ക് ഇതെന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഗുണം കിട്ടുന്നത്, എങ്ങനെയാണ്, എന്തിനാണ് എന്നുള്ള സംഭവങ്ങളാണ് ഇതിന് വരുന്നത്. ഒബ്ജക്റ്റീവ്സിന് ഒന്നാമത്തെ പോയിന്റ് ആഫ്റ്റർ റീഡിങ് ദിസ്, ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ഫസ്റ്റ് പോയിന്റ് ഈസ് വരുന്നത് സോഷ്യോളജിക്കൽ മെത്തേഡ് ആസ് ദേ ആർ യൂസ് ഇൻ ഒബ്സർവ്, ഇന്റർപ്രറ്റ് ആൻഡ് വാലിഡേറ്റ് ഡാറ്റ ഫ്രം സൊസൈറ്റി. നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റീവാണ്. ഒബ്ജക്റ്റീവ് ഫസ്റ്റ് പോയിൻ്റാണ് മിസ് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. ഒബ്ജക്റ്റീവ്സിലെ ഫസ്റ്റ് പോയിന്റ്, അതായത് തിങ്കിങ് സോഷ്യോളജിക്കലി എന്നാണ് നമ്മുടെ യൂണിറ്റ് ഫസ്റ്റിൻ്റെ പേര്. അതിൻ്റെ ഇൻട്രൊഡക്ഷനും ഒബ്ജക്റ്റീവ്സും ആണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ആണ് ഫസ്റ്റ് തുടങ്ങുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് സോഷ്യോളജിക്കൽ മെത്തേഡ്സ് ആസ് ദേ ആർ യൂസ്ഡ് ഇൻ ഒബ്സർവ്, ഇന്റർപ്രറ്റ് ആൻഡ് വാലിഡേറ്റ് ഡാറ്റ അബൌട്ട് സൊസൈറ്റി. അതായത് നമുക്ക് സമൂഹത്തിൽ നിന്നും കിട്ടുന്ന ആ ഒരു വാല്യബിൾ ഡാറ്റ, നമ്മൾ ഇറങ്ങി നടക്കുന്ന ഒരു സമൂഹം, നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതും നമ്മുടെ ഫാമിലി ജീവിക്കുന്നതും എല്ലാം സൊസൈറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റി വിട്ടു നിന്നിട്ടൊരു ഹ്യൂമൻ ബീയിങ് ഒരിക്കലും എന്തായാലും ജീവിക്കാൻ പറ്റൂല തന്നെയാണ് അതിൻ്റെ ഒരു വേറൊരു വശം. സോഷ്യോളജിക്കൽ മെത്തേഡ് ആസ് ദേ ആർ യൂസ് ഇൻ ഒബ്സർവ്. അത് ഈ സോഷ്യോളജിക്കൽ ഒബ്സർവ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒബ്സർവ് ചെയ്യുന്നത് പോലെ അല്ല മറ്റൊരു സോഷ്യോളജിസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നത്. പലർക്കും പല വീക്ഷണങ്ങളായിരിക്കും. ഒരാൾ കാണുന്നത് തെറ്റാണെങ്കിൽ മറ്റേ ആൾ അനദർ സൈഡിൽ നിന്ന് നിൽക്കുന്ന വീക്ഷണത്തിലൂടെ നോക്കുന്ന ഒരാൾക്ക് അത് ശരിയായിരിക്കും. എല്ലാവരും സോഷ്യോളജിസ്റ്റുകൾ പല രൂപത്തിലായിരുന്നു ഓരോ വീക്ഷണങ്ങളും. ദെൻ ഇൻ്റർപ്രറ്റ്, അതായത് അവരുടെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു അനലൈസേഷനും വ്യത്യസ്തമായിരിക്കും. വാലിഡേറ്റ് ഡാറ്റ ഫ്രം സൊസൈറ്റി, അബൌട്ട് സൊസൈറ്റി, അതായത് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന വാല്യുബിൾ ഡാറ്റാസും എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല എന്നതാണ് സത്യം. ഓരോരുത്തർക്കും ഓരോരോ രീതിയിലൂടെ ആയിരിക്കും അവർ മനസ്സിലാക്കുന്നതും അവരെന്ത് ചെയ്യുന്നത്, അവരുടേതായ അനലൈസേഷൻ വരുന്നതൊക്കെ പല പല രീതിയിലായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് ഒബ്ജക്റ്റീവ്സിലെ സെക്കൻഡ് പോയിന്റ് ആണ് മിസ് പറയുന്നത് സോഷ്യോളജിക്കൽ വേ ഓഫ് ലുക്കിംഗ് അറ്റ് റിയാലിറ്റി ഓഫ് എവറിഡേ ലൈഫ്. അല്ല, തികച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ് സോഷ്യോളജിക്കൽ വേ ഓഫ് ലുക്കിംഗ് അറ്റ് റിയാലിറ്റി ഓഫ് എവറിഡേ ലൈഫ്. എവറിഡേ ലൈഫിൽ നമ്മൾ സൊസൈറ്റിയിലൂടെയാണ് സൊസൈറ്റിയുമായിട്ടുള്ള എവറിഡേ ലൈഫുമായിട്ടുള്ള ബന്ധമാണ് പറയുന്നത്. എവറിഡേ ലൈഫിൽ നമ്മൾ സൊസൈറ്റിയിൽ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ നമ്മൾ അറിയുന്നു, നടക്കുമ്പോൾ കാണുന്ന പല സംഭവങ്ങൾ. അതായത് ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സൊസൈറ്റിയിൽ ശരിക്കും ഒരു ഓർഡിനറി ആയിട്ട് ജീവിക്കുന്ന ഓർഡിനറി പീപ്പിൾസ് അനുഭവിക്കുന്നതും അവർ ഫേസ് ചെയ്യുന്നതുമായ പല പല കാര്യങ്ങൾ നമുക്ക് സൊസൈറ്റിയിലൂടെ കാണാം. അത് വീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലാതെ പല ആൾക്കാരുണ്ട് ജസ്റ്റ് അവനവൻ്റെ കാര്യം. ഞാൻ വീട്ടിൽ നിന്ന് എക്സാമ്പിൾ, ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, അയാൾ നേരെ ഓഫീസിലേക്ക് പോകുന്നു, ജോലി ചെയ്യുന്നു, അവിടെ ജോലി ചെയ്യുന്നു, വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അത് അയാളുടെ മാത്രം ലൈഫാണ്. പക്ഷേ സൊസൈറ്റി ആയിട്ട് റിലേറ്റഡ് ആയി ജീവിക്കുന്ന ഒരാൾക്ക് എവറിഡേ ലൈഫിൽ കാണുന്ന കുറേ സംഭവങ്ങൾ റിലേറ്റബിൾ ആവും. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന എൻ്റെ തന്നെ കാര്യം, ഞാൻ അത്യാവശ്യം സൊസൈറ്റിയിൽ ഇറങ്ങി നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ഞാനൊരു സോഷ്യോളജി ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ സൊസൈറ്റിയിലെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നതാണ് സത്യം. അപ്പം ഞാൻ കാണുന്ന പല ഒബ്സർവേഷനും പല കാര്യങ്ങളിലേക്ക് എത്തുന്നു. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് സോഷ്യോളജി എന്നുള്ള BA സബ്ജക്റ്റ് സോഷ്യോളജി പഠിച്ച് BA സോഷ്യോളജി നമുക്ക് കിട്ടി, സർട്ടിഫിക്കറ്റ് കിട്ടി, ഡിഗ്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിന് മാത്രം ആവരുത് നമ്മളെ ഒരു സ്റ്റഡി എന്നതും ഒരു ടീച്ചർ എന്ന നിലയിൽ എൻ്റെ നിങ്ങളോട് പറയുന്ന ഒരു അഭിപ്രായം.